RSS രാജ്യത്തൊരു പ്രധാനപ്പെട്ട സംഘടനയാണ്. അതിൻ്റെ നേതാക്കളെ വ്യക്തിപരമായി ആരെങ്കിലും കാണുന്നതിൽ ഒരു തെറ്റുമില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതികരണമാണ് നമ്മുടെ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ഷംസീറാണ് പറഞ്ഞത്. ഞാനോർത്ത് ഈ RSS എന്ന് പറയുന്നൊരു മിഥ്യയാണ് എന്നൊക്കെ ചിലപ്പോൾ പറയുമെന്ന് കരുതിയ ഷംസീറിൻ്റെ ഭാഗത്തുനിന്ന് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കാരണം നമ്മൾ ഓരോരുത്തരും വ്യക്തിയാണ്, നമ്മൾ ഓരോ ചുമതലകൾ നമ്മൾ വഹിക്കുന്നുണ്ടെങ്കിലും വ്യക്തിപരമായ ഒരു സ്റ്റാറ്റസും കൂടെ നമുക്കുണ്ട്. നമ്മുടെ രണ്ട് സത്വങ്ങളാണല്ലോ, ഒന്ന് ഒരു ഔദ്യോഗിക പരിവേഷം, പിന്നെ അത് വഹിക്കുന്ന വ്യക്തി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ വീണയുടെ അച്ഛനും കൂടിയാണെന്ന് പറയുന്ന പോലെ അല്ലേ. ഏതായാലും അജിത് കുമാർ കേരളത്തിലെ ഒരു ADGP ആണ്. അത് മികച്ചൊരു പോലീസ് ഓഫീസറാണ്. അപ്പം ദാവൂദ് ഇബ്രാഹിമാണ് എന്ന് അൻവർ പറയുന്നുണ്ടെങ്കിലും അതേ ഒരു പോലീസിങ്ങിൽ ഒരു നല്ലൊരു ഓഫീസറാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയരുന്നു. ഇപ്പം എല്ലാ ആക്ഷേപങ്ങളും മാറിയിട്ട് സ്വർണ്ണക്കടത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ദാവൂദ് ഇബ്രാഹിം അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ആകെയുള്ള ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയെ കണ്ടു എന്ന തരത്തിലേക്ക് ഈ വിവാദം ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ദത്താത്രേയ ഹൊസബാലയെ കാണാമോ എന്നതാണ് അടുത്ത ചോദ്യം. അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹമെന്നല്ല, ആ ചുമതലയിലിരിക്കുന്ന ആർക്കും നമ്മുടെ നാട്ടിലെ എല്ലാ സംഘടനകളുമായും ഒരു കണക്ഷൻ വേണം. കേരളത്തിലൊരു RSSൻ്റെ ഭാഗത്തു നിന്നൊരു ഇഷ്യൂ ഉണ്ടായാൽ RSSിലൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ച് പറഞ്ഞിട്ട് അതൊന്ന് പരിഹരിച്ചാൽ കൊള്ളാം കേട്ടോ എന്ന് പറയാനുള്ളൊരു സേ ഉണ്ടാവണം ഒരു ഓഫീസർക്ക്. അത് RSS അല്ല, പോപ്പുലർ ഫ്രണ്ടിനോടും ആവാം. കായംകുളത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രാദേശിക പ്രവർത്തകർ കുഴപ്പമുണ്ടാക്കിയാൽ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ സംസ്ഥാന പ്രസിഡൻറ്റോ ആരാന്ന് വെച്ചാൽ അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ ആളുകൾ അവിടെ ഒരു കുഴപ്പമുണ്ടാക്കുന്നുണ്ട്, അതിലൊന്ന് ഇടപെട്ടെ എന്ന് പറയുന്നത് ഒരു പോലീസ് ഓപ്പറേഷൻ രക്തച്ചൊരിച്ചിൽ ഒക്കെ ഒഴിവാക്കുന്നതിനേക്കാളും ഫലപ്രദമായിരിക്കും ഒരു കോളിൽ തീരുമെങ്കിൽ. അപ്പോൾ ഇത്തരം വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു പോസ്റ്റാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയുടെയും കേരളത്തിലെ പോലീസ് മേധാവിയുടെയും എന്ന് പറഞ്ഞ തർക്കമുണ്ടോ? എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഓർത്തത് ഈ PP മുകുന്ദൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പല പത്രപ്രവർത്തകരും അപ്രതീക്ഷിതമായി സഹായം കിട്ടിയ കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. പല ആക്രമണങ്ങളിൽ നിന്നൊക്കെ പുള്ളി ഒരു വിളി കൊണ്ടൊക്കെ ചാലയിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴൊക്കെ ഇതൊക്കെ പരിഹരിക്കുന്നതിൽ ഒരു കോൾ കൊണ്ടൊക്കെ അദ്ദേഹം, അങ്ങനത്തെ ആളുകളുണ്ട്. എവിടെയും ചെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അജിത് കുമാറിൻ്റേതിൽ സുനിൽ പറയാത്തൊരു കാര്യം ഞാൻ കേട്ട എന്താണെന്ന് വെച്ചാൽ, ഇനി പത്മകുമാറൊക്കെ കഴിഞ്ഞാൽ പിന്നെ DGP ആവേണ്ടത് അജിത് കുമാറാണ്. അപ്പോൾ അതിൽ തടസ്സമൊന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് പോയി അദ്ദേഹം ഇവരെയൊക്കെ ഹൊസബാളയും റാംമാധവന് ഇപ്പം അതുപോലത്തെ വലിയ സ്വാധീനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ മാറിയതാണ്. പക്ഷേ ഈ ഷംസീർ ഇതുവരെ പറഞ്ഞിരുന്ന എന്താണ്, ഷംസീറിൻ്റെ മുതലാളിമാരും ഇത് വർഗീയ ഫാഷിസ്റ്റ് സംഘടനയാണ് എന്നാണ് പറഞ്ഞുകൊണ്ട്. അതെ, അതിലാണ് ഈ മാറ്റം വന്നു, വലിയ മാറ്റം. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് പറഞ്ഞു. അതെ, ഒരു തിരിച്ചറിവുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സമ്പർക്ക ഗറില്ല തന്ത്രം പ്രയോഗിച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരു അരിക്കാക്കാന്നുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു തമാശ ആശയമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അജിത് കുമാർ ഹൊസബാളയെ കണ്ടപ്പോൾ അജിത് കുമാറിൻ്റെ മുതുകത്ത് കയറുക, അത് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ മുതുകത്ത് കയറുക, പിന്നെ വേറെ സമ്പർക്കം എന്ന് പറഞ്ഞിട്ട് വേറെ ഈ RSS മാർക്സിസ്റ്റുകളെ പോയി RSSകാർ കണ്ട് അവരെ പടമൊക്കെ എടുത്തിട്ട് കുഴപ്പത്തിലാക്കുക. അങ്ങനെ തന്നെ നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഒരു അരിക്കാക്കാം എന്ന് പറയുന്നൊരു പോസ്റ്റായിരുന്നു. അപ്പോൾ ഈ സമ്പർക്ക വിഭാഗത്തിൽ RSSൽ പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് വിവരങ്ങൾ അയച്ചു തന്നു. അത് ഞാൻ വായിക്കാം. ആളുടെ പേരും കുറച്ച് കാര്യങ്ങളും പറയില്ല. സ്വന്തം സംഘടനയ്ക്ക് പുറത്തുള്ളവരെ വ്യക്തിപരമായി കൃത്യമായ ഇടവേളകളിൽ കാണുക, അവരോട് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുക എന്നത് RSS തുടങ്ങിയ കാലം മുതലുള്ള ഒരു പ്രവർത്തനമാണ്. സംഘടനാ സംവിധാനത്തിൽ അതിൻ്റെ പേര് സമ്പർക്കം എന്നാണ്. RSS സ്ഥാപകൻ സമ്പർക്കം ചെയ്തിരുന്ന ചില ആളുകളുടെ പേരുകൾ പറയാം. ഒന്ന്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം RSSൻ്റെ ശിബിരത്തിൽ പോയിട്ടൊക്കെ ഉണ്ട്. അതെ അതെ. സുഭാഷ് ചന്ദ്രബോസ്,
വിത്തൽഭായ് പട്ടേൽ, വല്ലഭ്ഭായ് പട്ടേൽ, മദൻ മോഹൻ മാളവ്യ. സർസംഘ ചാലക് മുതൽ ചുമതലപ്പെട്ട ഓരോ പ്രവർത്തകനും കുറഞ്ഞത് 10 പേരെ നിശ്ചിത കാലയളവിൽ കാണും. 10 പേര്. സമ്പർക്കം ചെയ്യുന്ന ആളിനെ ഉടനെ തന്നെ ശാഖയിലേക്ക് ക്ഷണിച്ച് സംഘപ്രവർത്തകനാക്കുക എന്നത് സംഘത്തിൻ്റെ വിദൂര ലക്ഷ്യം പോലും അല്ല. കേരളത്തിൽ അങ്ങനെ സമ്പർക്കം ചെയ്തു കൊണ്ടിരുന്നവരിൽ മന്നത്ത് പത്മനാഭനും കേളപ്പനും VT ഭട്ടതിരിപ്പാടും ഉൾപ്പെടും. ഇവിടെ എളമക്കരയിലെ RSS കാര്യാലയത്തിൽ കേളപ്പൻ്റെ പടം വെച്ചിട്ടുണ്ട്. ചിലർക്ക് അവരെ സംഘം സമ്പർക്കം ചെയ്യുന്ന വിവരം ആരും അറിയണ്ട എന്ന അഭിപ്രായമുണ്ട്. അറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളവരും ഉണ്ട്. അജിത് കുമാർ മാത്രമല്ല, മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ സമ്പർക്കം ചെയ്യാറുണ്ട്. അതിൽ രഹസ്യ അജണ്ടയില്ല, രഹസ്യവുമില്ല. ഇതാണ് ഈ അല്ല, ഇത് ഈ കൂട്ടത്തിൽ ഞാനൊന്ന് പറയാം. എന്നെ ഒരു മാസത്തിനുള്ളിൽ ഒരാൾ ഇവിടെ വന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞത്, ആളുടെ പേരൊന്നും ഞാനും പറയുന്നില്ല, നമ്മൾ ഈ സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങയുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള RSSനോട് എതിർപ്പുള്ള കുറച്ച് പേരുടെ പേര് തരണം, അവരെ ഒന്ന് പോയി കാണാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ, വെറുതെ നമുക്കറിയാം കേട്ടിട്ടുണ്ടല്ലോ, എന്നാലും ചോദിച്ചു എന്തിനാണ്. അല്ല, അവർ പറയുന്നത് കേൾക്കാനാണ്, അവരോട് തർക്കിക്കാനല്ല, അവർക്ക് പറയാനുള്ള കേൾക്കുക. ഇത് ആ സംഘത്തിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് അങ്ങയുടെ ലിസ്റ്റിലുള്ള, അപ്പോൾ കുറച്ച് അങ്ങയുടെ ഒരു മാധ്യമ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കുമല്ലോ, അതിൽ കുറച്ച് പേരുടെ ലിസ്റ്റ് തന്നാൽ അത് ഞങ്ങളത് കൈകാര്യം ചെയ്യുക, അതിന് വേണമെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. അതെ. അപ്പോൾ ഈ ഒരുപാട് വലിയ അവസാനം നമ്മൾ പ്രണബ് മുഖർജിയെ കണ്ടില്ലേ, നാഗ്പൂരിൽ സമ്മേളനത്തിന് പോയതായിട്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിലും ബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ സമ്പത്തില്ലേ, MP ആയിരുന്നേ, സമ്പത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ ഈ സമ്പർക്കം ചെയ്ത് ഇപ്പോൾ ഈ സംഖ്യയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചു എന്നൊക്കെ വരും. പക്ഷെ അതിൽ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകൾക്ക് ഉണ്ടായി വരുന്നതെന്ന് തോന്നുന്നു. അവർക്കിപ്പം മതിപ്പുണ്ട് സംഘത്തെപ്പറ്റി. അതാണ് എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി. ഷംസീറിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് വളരെ പോസിറ്റീവാണ് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ഒരു സംഘടനയെ നമ്മളിങ്ങനെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. രാജ്യത്ത് നിരോധിക്കപ്പെടാത്തൊരു സംഘടനയാണ്. ജസ്റ്റിസ് KT തോമസ് പലതവണ സമ്പർക്കം ചെയ്തപ്പോഴാണ് ഇതിനെപ്പറ്റി നന്മ ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. ലോകത്തിലെ ഏറ്റവും വലിയ സേവന സംഘടനയാണ്. ജേക്കബ് തോമസും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി RSS സമ്പർക്കം ചെയ്യേണ്ട ഒരാളാണ് ഷംസീർ. തീർച്ചയായിട്ടും. ഏതായാലും ഷംസീറിൻ്റെ ഈ പ്രസ്താവന ഞാൻ പറഞ്ഞില്ലേ, ഷംസീർ ഇങ്ങനെയൊക്കെ പറയും എന്ന് ഒരിക്കലും കരുതിയില്ല. RSS എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഘടനയാണ്. RSS എവിടെയുണ്ട്, എന്ത് RSS എന്നൊക്കെ പറയും. സ്പീക്കറായ ശേഷം കുറച്ചൊക്കെ പറയും. അദ്ദേഹം എന്ന് അപഹസിക്കുന്ന CPMകാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ ഉത്തരവാദിത്തത്തോടെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്, രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ്. പിന്നെ അതിലുപരി അദ്ദേഹം പറഞ്ഞ ആളുകൾക്ക് അവരുടെ പദവി എന്താവട്ടെ, വ്യക്തിപരമായി മറ്റു ആളുകളെ കാണുന്നതിൽ എന്താ പ്രശ്നം? തലശ്ശേരിയിൽ നിന്നുള്ളൊരു സഖാവിന് തന്നെ ഈ അഭിപ്രായം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഉടനീളമുള്ള സഖാക്കൾക്കും ഈ അഭിപ്രായം ആകാം. അതാണ് എൻ്റെ ശരിയും. അത് മാത്രമല്ല, ഈ എതിർ പല പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ കണ്ടാൽ മിണ്ടാത്ത, കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന ആളുകളായിട്ടാണോ നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടത്? അല്ല, അവരൊക്കെ തമ്മിൽ റിലേഷൻസ് ഉണ്ടാവണം, ഡയലോഗ്സ് ഉണ്ടാവണം. അങ്ങനെയല്ലേ 100 പൂക്കൾ വിടരട്ടെ എന്നൊക്കെ മാവോ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ, 100 പൂക്കൾ വിരിയട്ടെ. അതെ. അപ്പോൾ ഇതിലിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളാണല്ലോ കൊല്ലപ്പെടുന്നത്, RSSകാരും CPMകാരും തമ്മിൽ തല്ലുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിർത്തിവെച്ചിട്ട് പരസ്പരം സമ്പർക്കം ചെയ്ത് RSSനെ പറ്റി അവർ മനസ്സിലാക്കട്ടെ. എന്നിട്ട് ഈ വർഗീയ ഫാഷിസ്റ്റ് സംഘടന എന്നുള്ളത് ശരിയാണോ ഒന്ന് ആലോചിക്കട്ടെ. കാരണം എത്രയോ ഈ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ ഭാഗമല്ല RSSൻ്റെ. അതൊരു സാംസ്കാരിക സേവന സംഘടന. അതിനോട് ചേർന്ന് തന്നെ സേവാഭാരതി പോലുള്ള സംഘടനകൾ. പക്ഷേ ഷംസീർ പറഞ്ഞതിൽ നിന്ന് അതിനെ ഒന്നുകൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത്, RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ്, അതിനെ ഒരാൾ വ്യക്തിപരമായി കണ്ടാൽ തെറ്റില്ല എന്ന് സ്പീക്കർ പറയുന്നു.
അപ്പോൾ സ്പീക്കർ പറയുന്നത് അവിടെ എൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഇവിടെ എന്താ പറയുന്നത്, RSSകാരനെ കണ്ടതുകൊണ്ട് ADGP അജിത് കുമാർ മാറണ്ട എന്നല്ലേ സ്പീക്കർ പറയുന്നത്. അതെ, ഞാനതിൽ കണ്ടതെന്താന്ന് വെച്ചാൽ ഈ സമ്മേളന കാലത്ത് ഷംസീർ പിണറായിയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, അപ്പോൾ പിണറായി വിജയനും ഇത് നല്ല സംഘടനയാണെന്നുള്ള അഭിപ്രായമാണുള്ളത്. അതുകൊണ്ടാണ് അത് അജിത് കുമാറിനെ മറ്റേ നടപടി എടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അതെ, അജിത് കുമാറിനെ സംബന്ധിച്ചിട്ടുള്ള DGPയുടെ റിപ്പോർട്ട് അതെങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാൻ കഴിയുന്ന ആളല്ലേ പിണറായി വിജയൻ. അതെ. ഏതായാലും RSS ദേശസ്നേഹികളുടെ സംഘടനയാണ്. പിണറായി വിജയനും ഷംസീറിനും ദേശസ്നേഹമുണ്ട്. അതെ, അജിത് കുമാറിനും ഉണ്ട്. അതെ, അജിത് കുമാറിനും ഉണ്ടാവും. കാരണം അത് ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉദ്യോഗസ്ഥനാണ്. കേന്ദ്ര സർവീസിലുള്ള ദേശസ്നേഹം അനിവാര്യമായ ഒരാളാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ദേശീയവാദികളുടെ ഒരു കൂട്ടായ്മയെ, കൂടിച്ചേരലിനെ, സംഭാഷണത്തെ അപഹസിക്കേണ്ട കാര്യമില്ല. ഷംസീറാണ് ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.